അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ ഒരു അഭിമുഖം, അതിൽ വന്ന ഒരു വാക്ക് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അയാൾ ശരിക്ക് പറയുന്നുണ്ട്, ഇവിടെ മുസ്ലിം ലീഗിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അയാൾ സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. അതായത് ഒന്ന് കേൾക്കി, എന്താ പറയുക ലക്ഷ്യം വ്യക്തമാണ്. കേരളത്തിൽ ഇനി ഏത് ഗവൺമെന്റ് ആയാലും അങ്ങനെ പ്രത്യേകിച്ചൊന്നും മുസ്ലിങ്ങൾക്ക് കിട്ടുന്നില്ല. ഗവൺമെന്റ് ലീഗ് ഭരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണോ? ലീഗ് ഭരിക്കുന്നത് കൊണ്ടാണ് കിട്ടാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. ലീഗ് കൊണ്ട് അങ്ങനെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായൊരു നേട്ടമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളൊക്കെ സമസ്ത ഉണ്ടാക്കിയതാണല്ലോ, അതുപോലെ MES പോലുള്ള സംഘടനകൾ ഉണ്ടാക്കിയതാണല്ലോ. ലീഗ് ഭരിച്ചത് കൊണ്ട് എന്താ പ്രത്യേകിച്ചുണ്ടായിരുന്നു? പക്ഷേ ഷെയ്ഖു സമസ്തയായി, രാഷ്ട്രീയ ഇപ്പൊ സമസ്ത തന്നെയാണ്. സമസ്തല്ലേ? ഏത് സമസ്ത? നിങ്ങളെ സമസ്തന്റെ വ്യാജല്ലേ? പിന്നെ ഇവിടെ എന്തുണ്ടാക്കാനാണ്? അപ്പോൾ ഒരാശയം ഇവിടെ കൊണ്ടുവരാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് ഇവിടെ എന്താ നേട്ടം ഉണ്ടായത്? അത് മുസ്ലിം ലീഗുകൾക്ക് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങളല്ലേ ചെയ്തത്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ സമസ്ത കൂട്ടി പറയുകയാണ്, എന്നാലേ അതിനൊരു നിലവാരം ഉണ്ടാവുള്ളൂ. അതിനാണ് പൈലേക്ക് കിടക്കുന്നത്. അപ്പം അന്ന് EK ഉസ്താദ് പറഞ്ഞ അതേ സംഭവം ഇന്ന് ഇവർ തുടർത്തിക്കൊണ്ടുവരികയാണ്. എന്നിട്ട് ഒരു എലക്ഷൻ വരുമ്പോൾ എല്ലാ മൊയ്ലമാരും കൂടി രംഗത്തിറങ്ങാണ്. ഇതിനെയാണ് നമ്മൾ വിമർശിക്കുന്നത്. അല്ലാതെ ഇടതുപക്ഷത്തിൻ്റെതായ ആളുകളുണ്ടാവും, അവർക്ക് വോട്ട് പിടിക്കാൻ ഇറങ്ങുക. അത് നമ്മൾ എവിടുന്ന് പറഞ്ഞു? മണ്ണാർക്കാട്ടെന്ന് പറഞ്ഞു കൊടുത്തു. മണ്ണാർക്കാട് നമ്മൾ പോയിട്ട് നമ്മളെന്താ പ്രസംഗിച്ച്? ഞങ്ങൾ മണ്ണാർക്കാട് വന്നത് ജനങ്ങളെ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാനല്ല. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും നമുക്ക് പ്രശ്നമില്ല. കാരണം നമ്മളെ സദസ്സിൽ വരുന്നവരിൽ തന്നെ വിവിധ രാഷ്ട്രീയക്കാരുണ്ട്. പക്ഷേ ഇവിടെ ഒരു വിഭാഗം ഒരു ടീമിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഓല് തോൽപ്പിക്കണം എന്ന് പറഞ്ഞ ആൾ ജയിക്കും, അതിൽ തർക്കമൊന്നുമില്ല. കാരണം എന്താ? ഓൽക്കൊരു സംഭവം ഇതിലില്ല. എന്നിട്ട് എലക്ഷൻ വന്നു, മണ്ണാർക്കാട് വിഷയം നടക്കുകയാണ്. അന്ന് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു ചങ്ങായിൻ്റെ പ്രത്യേക അറിയിപ്പ്. എന്താ മണ്ണാർക്കാട്ട് അവസ്ഥ? വെള്ളവസ്ത്രധാരികളായ ആളുകൾ, പർദ്ദയിട്ട പെണ്ണുങ്ങൾ മണ്ഡലം ഒന്നാകെ ഒഴുകുകയാണ്. അപ്പോൾ സംഭവം എന്താ? കോഴിക്കോട്ടുനിന്നും മലപ്പുറത്തുനിന്നൊക്കെ വണ്ടി കയറി മണ്ണാർക്കാട്ട് പോയതാണ്. ഒറ്റൊന്നിനവിടെ വോട്ടില്ല. ഇത് വോട്ട് ചെയ്ത് തന്നെ വിജയിപ്പിക്കണ്ടേ? സമ്മേളനത്തിന് 4 സ്ഥാപനത്തിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് ആളെ കൊണ്ടുവന്ന് വിജയിപ്പിക്കുന്ന പോലെ ഇത് നടക്കുമോ? അത് നടക്കൂല. വെറുതെ അങ്ങോട്ട് അടിച്ചു വിടന്നെ. എന്നിട്ട് ഒരു വർച്ചിലും മലക്കുകൾ വോട്ട് ചെയ്യാൻ വരുന്നു. മലക്കും ജിന്നും. എന്നിട്ട് ടയർ പഞ്ചറാകലും എന്തൊക്കെ ആയിരുന്നു അന്ന്. മറ്റേ ആൾ ദ്വാരക്കലും അല്ലാഹുമ്മ അൻതൽ മുസ്തആൻ, ഞങ്ങൾക്ക് സഹായം ആവശ്യമായ സമയമാണ്, ലീഗിനെതിരെ ഞങ്ങളെ സഹായിക്കണേ. ഇപ്പം തന്നെ ഈ ഇലക്ഷനിൽ കുത്തുബിയത്ത് നടത്തിനത്രേ. എന്തെല്ലാം ഒപ്പിച്ചുവർ. ചിലരെ FP ഒക്കെ അതിനു വേണ്ടി മാത്രം വർക്ക് ചെയ്തു. എന്താ സംഭവിച്ചത്? ഇവിടെ വലിയൊരു പാഠം ഇവിടെ ഉണ്ടായി. എന്താ ഉണ്ടായ പാഠം? ഇത്തരം മൊയ്ലിയമാര്, മുസ്ലിയാക്കന്മാര് ഇവിടെ വട്ടപൂജ്യമാണ് എന്ന് സമൂഹം വിലയിരുത്തി. ഇനി നിങ്ങൾക്ക് വല്ല ക്രെഡിറ്റും വേണമെങ്കിൽ ഒരു ഏർപ്പാട് ഞാൻ പറഞ്ഞുതരാം. അടുത്ത എലക്ഷൻ നിയമസഭ വരാണല്ലോ, അബ്ദുൽ ഹക്കീം അസ്ഹരി ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കട്ടെ. നിങ്ങൾ ഏറ്റവും കൂടുതലുള്ളവർക്ക് നിന്നാൽ മതി. എന്നിട്ട് നിങ്ങളെല്ലാവരും ഇറങ്ങിയിട്ട് മൂപ്പരാണ് വിജയിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ പറയും ഇത് ഞങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതാണ്. ഞാഞ്ഞൂലിൻ്റെ സ്വഭാവം വിട്ടേക്ക്. അതൊന്നും നടക്കില്ല. പണ്ടേ നിങ്ങൾ ഏർപ്പാടാണ്. അപ്പോൾ ഇപ്പം നോക്ക് നിങ്ങൾ, ഞാൻ കൂടുതലൊന്നും അതിൽ പറയണില്ല. 2-3 ആളുകൾ ഇതിനായി നിന്ന ചിലരുണ്ടായിരുന്നു. അതിൽപ്പെട്ട പ്രധാന ഒരാളാണ് വഹാബ് സഖാഫി. അയാളൊക്കെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ തന്നെ ഇറങ്ങി എന്നും പോസ്റ്റായിരുന്നു. തെരഞ്ഞെടുപ്പ് തുടങ്ങിയ പ്രഖ്യാപനം വന്ന് കുറച്ച് ഇതുവരെയുള്ള ടൈം എടുത്തു നോക്കിയാൽ അതിൽ മുഴുവനും ഇങ്ങനത്തെ വിഷയങ്ങളാണ്. മൂപ്പർക്ക് അക്കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയോടൊക്കെ എന്തൊരു വെറുപ്പായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയോട് ബന്ധം പാടില്ല. അപ്പോൾ ഏതോ റിപ്പോർട്ട് വന്നതാണ്, മുസ്ലിം ലീഗുമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ എന്തോ തീരുമാനമുണ്ട് എന്ന് വാർത്ത കേട്ടതാ. അപ്പോൾ ഈ ലീഗിനെ നശിപ്പിക്കണമെന്ന് നേരത്തെ തീരുമാനമെടുത്ത് ഇഹ്റാം ചെയ്തിരിക്കുന്ന ടീമാണല്ലോ. മുജാഹിദിനെ കുറിച്ച് വർത്താനം ഇല്ലേനും അതിനെക്കുറിച്ച് വർത്താനൊന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമിയെ ചെയ്യാൻ പാടില്ല, അടുക്കാൻ പാടില്ല, അതിൻ്റെ പോസ്റ്റുകൾ ഇങ്ങനെ ഇടാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി
പഴയ കാലത്ത് APA ബക്കർ മുസ്ലിയാർ നടത്തിയൊരു പ്രസംഗം അദ്ദേഹത്തിൻ്റെ FBയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോഴുണ്ട്. ആ പ്രസംഗം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക. അയാൾ വെച്ച പ്രസംഗം ഞാൻ കേൾപ്പിക്കുകയാണ്. വെക്കട്ടെ. സുന്നത്ത് ജമാഅത്തുള്ള ഐക്യം, സുന്നി ഐക്യം, സുന്നി ഐക്യം അതിവിടെ വേണം. അതിന് എന്ത് വില കൊടുത്തും ഞങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ കൊടിക്കീഴിൽ ജനങ്ങളെ അണിനിരത്തുകയും ചെയ്യും. അതിലെല്ലാവരും സഹകരിക്കുക, എല്ലാവരും കൂടുക, ഞങ്ങൾ അങ്ങോട്ടും കൂടാം. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാത്രം, അല്ലാത്തതിൽ ഞങ്ങൾക്ക് നിർവാഹമല്ല. റസൂലുള്ളാഹിന്റെ കുബ്ബ വളർത്തി കഴിയണമെന്ന് പറയുന്നവരെ കൂടെ കൂടാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. റസൂലുള്ളാഹിന്റെ ബദൽ പറയുന്ന ആളുകൾ അത് തെറ്റിപ്പോയി എന്ന് പറയുന്നവരെ കൂടെ ചെല്ലാൻ ഞങ്ങൾക്ക് വഴിയില്ല. അതുപോലെ ഭീകരവാദം വേണമെന്ന് പറയുന്ന ആളുകളെ കൂടെ ചേരാൻ ഞങ്ങൾക്കൊരിക്കലും സാധ്യമല്ല. വഹാബ് സഖാഫിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അദ്ദേഹം വെച്ച ക്ലിപ്പാത്. അതിലൂടെ എന്താ പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമിയോട് ആരെങ്കിലും യോജിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വോട്ട് കൊടുക്കരുത്, അവരോട് ഐക്യമില്ല. ഇത് പറയാൻ ഇവർക്ക് ഇന്ന് എന്ത് അധികാരമുള്ളത്? മുസ്ലിം ലീഗിന്റെ അവിടെ കേട്ടോ, അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, വലിയ മതത്തിന്റെ പാർട്ടിയാണ്. നിങ്ങളിപ്പോൾ എവിടെയുള്ളത്? വഹാബ് സഖാഫി അടക്കമുള്ളവരൊക്കെ പ്രതികരിക്കണം. മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ എല്ലാ അലപരാധികളോടും ഫുൾ ഐക്യത്തിലല്ലേ നിങ്ങൾ അതിൻ്റെ അപ്പുറം പോയി. നിങ്ങൾക്ക് ഐക്യമാണെങ്കിൽ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇബ്നു തൈമിയ്യല്ലേ നേതാവ്? മുജാഹിദിൻ്റെ മൗലവിയല്ലേ ക്ലാസ് എടുക്കുന്നത്? ഇപ്പോൾ നമ്മളെന്താ പറയത്തെന്ന് വെച്ചാൽ അക്ലാസ് എടുത്ത മൗലവിനേക്കാൾ വല്ല മുജാഹിദാണ് പേരോട്. പിന്നെ പറഞ്ഞതിൽ അർത്ഥമല്ലല്ലോ. അവിടെ ഇപ്പോൾ സംഗതിയുള്ളത് നിങ്ങൾ നോക്ക്. ജമാഅത്തെ ഇസ്ലാമിയോട്, മുജാഹിദിനോട് ഞങ്ങൾക്ക് ഐക്യമില്ല, അല്ലാഹുവിൻ്റെ റസൂലിനെ സാധാരണക്കാരനാണ് എന്ന് പറയുന്നവരോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. ഈ പ്രസംഗം ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഞങ്ങൾ മാറിയിട്ടുണ്ട്. എറണാകുളത്ത്, കോഴിക്കോട്ട് പൗരത്വ സമരം നടന്നില്ലേ? സമരം നടന്നപ്പോൾ ആരാ ഇനി അതിൽ ബാക്കി? എല്ലാവരും കൂടിയില്ലേ? ഒന്ന് കേൾപ്പിച്ചു കൊടുക്ക്. അന്നത്തെ ആ സദസ്സൊന്ന് കാണിച്ചാൽ മതി. അതിൽ തന്നെ കാണാം. ആണോ? APA ബക്കർ മുസ്ലിയാരാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. APA ബക്കർ മുസ്ലിയാർ എറണാകുളത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ മുഴുവൻ ആളുകളും അതിലുണ്ട് ഇല്ലേ? ഓരോന്നാ നോക്കിക്കോളി നിങ്ങൾ. ഓരോരുത്തരെ നോക്കിയാ വ്യക്തമായിട്ട് കാണതാ. അവിടെ നിന്ന് പോസ്റ്റ് ആ ഇരിക്കുന്ന സാധനമാണ്, ആ നടുവിലിരിക്കുന്ന സാധനം ആ ജമാഅത്തെ ഇസ്ലാമിൻ്റെ അമീർ. ഇതിലെങ്ങനെ കാന്തപുരത്തി? അതിൻ്റെ പുറത്തിരിക്കുന്ന ആൾ TP അബ്ദുള്ള കോയ മദനിയാണ്. അയാളെങ്ങനെ എത്തി? ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ വരെയുള്ള ഏറ്റവും വലിയ സമ്മേളനത്തിൽ കാന്തപുര അബൂബക്കർ മുസ്ലിയാർ പങ്കെടുത്തപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ നിലപാട് എന്തേ ചർച്ച ചെയ്യാത്ത? അന്ന് നിങ്ങൾ ഈ CA സമരം നടത്തിയപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ ഇറങ്ങി ഉണർത്തു സംഗമങ്ങൾ നടത്തി. ഇവർ ചെയ്യുന്നത് ശരിയല്ല, ഈ ഭീകരവാദികൾക്കൊപ്പം ഇരുന്നു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഏക സംഘമുണ്ടെങ്കിൽ അത് സാവിയത്തു സൂഫിയ മാത്രമാണ്. ജമാഅത്തെ ഇസ്ലാമിന്റെ കൂടെ ഇരിക്കാൻ പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത്? അവനാൻ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലേ? അപ്പോൾ വഹാബ് സഖാഫി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏർപ്പെട്ടപ്പോൾ അവനാന്റെ ഹാല് മറന്നുപോയി. മുജാഹിദിന്റെ കൂടെ ഇരുത്താമെന്ന് പറയേണ്ടിയില്ല. മുജാഹിദിന് കൈയൊടുക്ക് വരെ കാണാം. ഹുസൈൻ മടവൂരുള്ള ഒരു സ്ഥലത്ത് ആണോ കാന്തപുര അബൂബക്കർ മുസ്ലിയാർ വന്ന് കൈ കൊടുക്കുന്ന ആർക്കാന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കിയോളി. അതാ ഹുസൈൻ മടവൂരാത്. ഇതെങ്ങനെ പറ്റി? ഹുസൈൻ മടവൂർ അള്ളാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുബ്ബ പഠിക്കണം എന്ന് പറഞ്ഞ മുജാഹിദിൽ അങ്ങല്ലേ? പേരോട് അതിലപ്പുറം പറയണാണ്. പോട്ടെ. അപ്പൊ നിങ്ങൾ ഇതിപ്പോ ഇനിയിപ്പോ ജമാഅത്ത് മുജാഹിദ് ഒന്നുമില്ല, അതിൽ നിങ്ങൾ മുങ്ങി കുളിച്ചെടുക്കുക. ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറയാം, നിങ്ങൾക്ക് എന്താ അധികാരം? മറ്റാളെത്തിന് പേരോട് പിന്നെ ആ കൂടെ ഉള്ളത് ഷമീർ മൗലവി എന്ന് പറഞ്ഞ ജമാഅത്തിന്റെ നേതാവാ. ആ ഉള്ളിലൂടെ ഉണ്ട് കയ്യിനൊരു പിടുത്തം. ഉസ്താ നമ്മളൊക്കെ ഒന്നെന്നെയാണ് കേട്ടോ, പേടിക്കണ്ട. ജമാഅത്തെ ഇസ്ലാമിൻ്റെ ആ ക്ലിപ്പേറ്റ് വരുന്ന മൗലവിൻ്റെ കയ്യും പിടിച്ചാണ് പേരോണ്ട നൃത്തം.
എങ്ങനെയുണ്ട് നിങ്ങളെ ജമാഅത്തെ ഇസ്ലാമി ആയിട്ടുള്ള ബന്ധം? അപ്പൊ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പോലുള്ള ആളുകൾ അവരോട് ബന്ധം പാടില്ല എന്നാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഇരയും ആദ്യത്തെ റോൾ മോഡലും നിങ്ങളാണ്. നമ്മളെ കാലത്ത് പേര് എന്തൊക്കെ പറയുന്ന ഓർമ്മയുണ്ടോ? വഹാബി ഫ്ലൈറ്റിലുണ്ടെങ്കിൽ ആ ഫ്ലൈറ്റിൽ നിന്ന് ചാടണം, അല്ലേ? വഹാബി മക്കത്തുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ പാടില്ല നമ്മൾ. ഇതൊക്കെ അല്ലേ നിങ്ങൾ അന്ന് എത്ര സ്ട്രോങ് ആയിരുന്നു, അല്ലേ? എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയിരുന്നത്. ഇപ്പോൾ വഹാബിപ്പും ജമാഅത്തെ ഇസ്ലാമി ഫുള്ള് ഒന്നാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലീഗിനെ കൊട്ടണം, അതിനൊരു ജമാഅത്തെ ഇസ്ലാമിനോടൊരു എതിർപ്പ്. ഇതൊക്കെ എന്ത് ദീനാണോ? രാഷ്ട്രീയപരമായി ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കട്ടെ, നിങ്ങൾക്ക് എന്തായാലുള്ളത് ഒന്നുമില്ലല്ലോ. ഇനി അതിലും വലിയ രസം എന്താണെന്നറിയോ? വഹാബ് സഖാഫി അമ്പലക്കടവ് ഫൈസിൻ്റെ ക്ലിപ്പ് പോസ്റ്റ് ചെയ്യാണ് തെരഞ്ഞെടുപ്പ് കാലത്ത്. ഇതൊക്കെ വലിയ സംഭവമാണല്ലോ, അല്ലേ? നമ്മൾ പറയില്ല അവസാന കാലമാകുമ്പോൾ ചെന്നായയും ആടുകളൊക്കെ ഒരു സ്ഥലത്തുണ്ടാവും. എത്ര അത്ഭുതത്തോടെയാണ് പറയുക. ഇത് പറയുന്നത് പോലെ വല്ലാണ്ട് ഇറങ്ങിയതാ കുറച്ച് മൊയിലേമാർ. എന്നിട്ട് ഒരാൾ വന്നിട്ട് മുസ്ലിം ലീഗിനെ ഒരു കാലത്ത് EK ഉസ്താദ് പറയേണ്ട സമയത്ത് വിമർശിച്ചിരുന്നു എന്നൊക്കെ ലീഗിനെതിരെ അമ്പലക്കടവ് പറയുന്ന ക്ലിപ്പ് വഹാബ് സഖാഫി പോസ്റ്റ് ചെയ്യുന്നു. എന്താ ഐക്യം, എന്താ നീയത്ത്? രണ്ടു കൂട്ടരും ഇങ്ങോട്ട് ഒന്നിച്ച് വന്ന് ഒരേ ലെവലിൽ വന്നിട്ട് പണിയെടുക്കണേ. അയാൾ പോസ്റ്റ് ചെയ്ത അടുത്ത ക്ലിപ്പ് അതായിരുന്നു. അതൊന്ന് കേട്ടോളി. ഞാൻ ഓർക്കുകയാണ് 1979 ഞാനന്ന് കൊണ്ടോട്ടി തുറക്കൽ കുളിക്കലിന് തൊട്ടടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുക. SSLC 76 കഴിഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് 79 കുളിക്കലിൽ മുജാഹിദ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. വലിയ ആരവങ്ങളോടുകൂടി വലിയ പ്രചണ്ഡമായ പ്രചരണ കോലാഹലങ്ങൾ നടത്തി മുജാഹിദ് സംസ്ഥാന സമ്മേളനം നടത്തിയപ്പോൾ ആ സമ്മേളനത്തിന്റെ സമാപന പ്രഭാഷണത്തിൽ ഒരു മുസ്ലിം MLA ഇങ്ങനെ പ്രസംഗിച്ചു. പ്രസംഗത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: എന്റെ സിരകളിൽ രക്തമൊഴുകുന്ന കാലത്തോളം സുന്നികൾക്കെതിരെ ഞാൻ പടപൊരുത്തും എന്നാണ് ആശയം. വാക്കിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതൊക്കെ അയാൾക്ക് ഇപ്പോൾ ഓർമ്മ എന്നാണ്. ഇതിൻ്റെ ഒരു ഇടക്കാലത്താകെ മറന്നുപോയതെന്ന്. ചിലതൊക്കെ എപ്പോഴും ഇങ്ങനെ ഓർമ്മ വന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഇതിനു മുമ്പ് ലീഗിന് വേണ്ടിയാണ് ഒരുപാട് പ്രസംഗിച്ചതും ഇതിൻ്റെ സന്ദർഭമൊക്കെ പറഞ്ഞു കൊടുത്തതാണ്. അത് നമ്മൾ EK ഉസ്താദിൻ്റെ നിലപാട് പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ EK ഉസ്താദിൻ്റെ നിലപാടിലാണ്. ആദർശപരമായി പറയേണ്ടടുത്തത് ആരോടും പറയും. അത് EK ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് EK ഉസ്താദ് അന്നും ഇന്നും എന്നും പാണക്കാട് സാദാത്തീങ്ങളെ ഉന്നതി പറയുകയും അവരെ കൂടെ നിൽക്കുകയും ചെയ്ത ആളാണ്. ഇതല്ലേ പറയേണ്ടത്? അപ്പം അങ്ങനത്തെ പ്രസംഗങ്ങൾ മുഴുവൻ പോസ്റ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ ആൾ സജീവമായി. പിന്നെ ഞാൻ നോക്കുമ്പോൾ പിറ്റത്തെ ദിവസം വേറൊരു പോസ്റ്റാണ്. അതിലെന്താ പറയുന്നത് അറിയോ? അയാൾ പറയുന്നത് ചില സ്ഥാനാർത്ഥികളായി നിന്ന ആളുകളുണ്ട്, അവരുടെ പഴയ പ്രസംഗം നമ്മൾ മറന്നു പോകരുത്. പഴയ പ്രസംഗങ്ങളൊക്കെ എടുത്ത് അയാൾക്കെതിരെ രംഗത്ത് വരികയാണ്. പലതുണ്ട്, അതിലൊന്നേ കേൾപ്പിച്ചു തരാം. നമ്മളെ എളമരം ജബ്ബാറാജി ഉണ്ടല്ലോ, ജബ്ബാറാജിനെ തോൽപ്പിക്കാനാണല്ലോ കാര്യമായിട്ട് എല്ലാവരും കൂടി, എല്ലാ മൊയിലമാരും കൂടി മദർസിലെ പട്ടിക എടുത്തു വെച്ച് വോട്ടർ പട്ടികയായിട്ട് നടന്നത്. അപ്പം അന്ന് വഹാബ് സഖാഫി പിന്നാലെ കൂടിയതാണ്. എന്നിട്ട് അഥവാ ജയിച്ചാൽ നമ്മളെ വോട്ട് കൊണ്ടെന്ന് പറയണം, അതിനൊരു ഒഴിഞ്ഞുമാറലും ഉണ്ടാവും. അപ്പം പിന്നെ ഞാനൂലിൻ്റെ സ്വഭാവം അവിടെ എപ്പോഴും ഉണ്ടാവുമല്ലോ. ഇതൊന്നും ഇനി നടക്കൂല. നിങ്ങൾ അന്ന് ചെയ്ത പണികൾ ഇതൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ വേറൊരു പോസ്റ്റ്, അതിലെ പ്രസംഗം ജബ്ബാറാജിൻ്റെ പ്രസംഗം തന്നെ കേൾപ്പിക്കുന്നുണ്ട്. അതൊന്ന് വെച്ചുകൊടുക്ക്. കാര്യം എന്നോട് ഇപ്പൊ എന്നെ കുറിച്ച് ഇപ്പം നേരെ അക്കരെ കായലത്തും അതുപോലെ പല സ്ഥലങ്ങളിലും മാങ്കടവുണ്ടായി, പല സ്ഥലങ്ങളിലും വഹാബ് സഖാഫിയൊക്കെ ഇങ്ങനെ ക്ലിപ്പിട. എനിക്ക് സീറ്റ് കിട്ടാത്തത് കൊണ്ട് വല്ലാത്ത വെറുപ്പാണ്. അതാണ് ഈ രീതിയില് ഞങ്ങൾ ചളാരി സംസ്ഥയുടെ ആളായതുകൊണ്ട്, ലീഗൽ സെല്ലിന്റെ ആളായതുകൊണ്ടൊക്കെയാണ്. അതല്ലെങ്കിൽ അങ്ങനെ ആകുമായിരുന്നു, ഇങ്ങനെ ആകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇവിടെയുള്ള ഈ മുടിക്കുട്ടിയോട് ഏതെങ്കിലും റെക്കോർഡ് എഴുതി വെച്ചോ. ജീവിതകാലം, ശിഷ്ടജീവിതം എത്ര കാലമുണ്ടെങ്കിലും നിന്റെയൊക്കെ പടിവാതിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടുന്നതിനേക്കാൾ എനിക്ക് അഭിമാനവും അന്തസ്സും തോന്നുന്നത് ഏതെങ്കിലും ഒരു സമസ്ത ഓഫീസിലോ മുസ്ലിം ലീഗ് ഓഫീസിലോ പ്യൂണിന്റെ പണിയെടുക്കുന്നതാണ്. നിന്റെ ഒന്നും കാലിലേക്ക് വരില്ല ശിഷ്ടജീവിതം മുഴുവൻ ഈ ബുദ്ധിയുള്ള കാലഘട്ടത്തോളം. അങ്ങനെ തോന്നണ്ട. ഈ പ്രസംഗമായിരുന്നു ഇവരതിൽ ഇയാൾക്ക് ആരും വോട്ട് ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് വ്യാപകമായി പ്രചരിപ്പിച്ചു.
എന്നിട്ട് അതിന് പോസ്റ്ററുകളൊക്കെ ഉണ്ടാക്കി, ഒരുപാടുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നിട്ട് മൂപ്പരിങ്ങനെ നിൽക്കുന്നു, വോട്ടില്ല. ഇവന് മൊയ്ലിയന്മാരെല്ലാവരും കൂടി ഇറങ്ങി. ഇവനൊരു വിചാരം എന്താ അറിയോ, പ്രത്യേകിച്ച് ഇതിൻ്റെ എല്ലാ ഫിത്തിനിൻ്റെയും അടിത്തറ കിടക്കുന്നത് ബിസിനസ്മാനിലാണ്. കാരണം അയാളിത് ഒപ്പിച്ച് മുസ്ലിം ലീഗിനെതിരെ പ്രവർത്തിച്ച് ഒരു ടീമിനെ അടർത്തിയെടുത്ത് അയാൾക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് മുന്നേറണം. അതിനുള്ള തട്ടിപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. അതിനയാൾ ഉടനെ ചെയ്തത് ഈ വഹാബിനെ പോലെയുള്ളവരെ ഉപയോഗപ്പെടുത്തുന്നു. വലിയ കുറുക്കൻ്റെ ബുദ്ധിയാണ്. പുറത്തൊരു സംഭവം ഉണ്ടാവില്ല. പുറത്തിങ്ങനെ കാണുന്നു, സ്വാദിക്കലി തങ്ങളെ ഫോട്ടോ വിടുന്നു, ഇടക്കിടക്കെ പേച്ച് ലീഗിനെ കൊണ്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞു പോകും. ഇങ്ങനെയൊക്കെയുള്ള ഒരു മായാജാലത്തിലാണ് അയാൾ ജീവിച്ചത്. ഒടുവിൽ അതിൽ തന്നെ നേരത്തെ EK വിഭാഗത്തിൽ സജീവമായിരുന്ന ചില ആളുകളെ കൂടി ഹക്കീം അസ്ഹരിയുടെ വലയത്തിൽ കുടുക്കി. അങ്ങനെയാണ് അവരെ കൊണ്ടും നേരത്തെ AP വിഭാഗം കളിച്ച കളി കളിപ്പിച്ചത്. ഈ ഇലക്ഷനിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ട് ടീമാണ് സമസ്തന്റെ നേതാക്കളോ പാണക്കാട് സാദാത്യങ്ങൾ അംഗീകരിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈ പറയുന്ന വ്യാജ മുസ്ലിയാക്കന്മാർ അവർ ഒരുമിച്ചാണ് രംഗത്തിറങ്ങിയത്. വഹാബ് ഈ പോസ്റ്റർ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്, ഇങ്ങനത്തെ ഉള്ള എല്ലാ സഖാഫികളും. അപ്പം അപ്പുറത്ത് വേറൊരുത്തനെ ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഹക്കീമിൻ്റെ തന്ത്ര. ആ ആള് വന്നിട്ട് ജബ്ബാർ ഹാജിക്കെതിരെ പ്രസംഗിക്കുന്നു. നോക്കൂ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗം. ഇരിക്കണം, കരുതലോടെ നീങ്ങണം, അത് പറയാനാണ് നമ്മളോട് ഒരുമിച്ച് കൂടിയത്. അപ്പോ ഓരോ പഞ്ചായത്തിലും നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ജില്ലാ കമ്മിറ്റിയിൽ വന്ന ആളാരാ? സുപ്രഭാതത്തിനെതിരെ ശത്രുക്കൾ പോലും, ഇവിടുത്തെ SSF പോലും സുപ്രഭാതത്തിനെതിരെ രൂക്ഷമായി ഇതുപോലെ വിമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വഹാബികൾ പറയുന്നത് കണ്ടിട്ടില്ല. സുപ്രഭാതം പത്രത്തിനെതിരെ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ പോലും ഇതുപോലെ രൂക്ഷമായി വിമർശിക്കാറില്ല. അതിനേക്കാൾ കടുത്ത ഭാഷയിൽ പരസ്യമായി സുപ്രഭാതത്തെ മഹല്ലത്തുകളിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി പരസ്യാഹ്വാനം ചെയ്ത വ്യക്തിയാണ് ഒരു ജില്ലയുടെ പ്രധാന ഭാരവാഹിയായി നിയമിക്കപ്പെട്ടിരിക്കുന്നത്. അയാൾ സമസ്തക്ക് എന്ത് ഗുണ ചെയ്യാൻ പോണത്? സമസ്തയുടെ സെക്രട്ടറിക്കെതിരെ കമ്മ്യൂണിസ്റ്റ് ആരോപണം നടത്തിയവൻ, സഖാവെന്ന് ആക്ഷേപിച്ചവൻ, അവനാ SMFന്റെ ജില്ലാ ഭാരവാഹി. ഇത് വിളിച്ചു പറഞ്ഞാൽ നമ്മൾ മരക്കുറ്റി, നമ്മൾ ഷജറ. അപ്പോ ഇയാള് രംഗത്തിറങ്ങി. ഇയാള് വഹാബ് സഖാഫി ഇതെല്ലാം ഒരു ടീമായതാ. അങ്ങനെ എന്ത് ചെയ്ത് ഇയാള് പ്രചരണ രംഗത്ത് സജീവമായി. അങ്ങനെ അയാളുടെ ചാനലിൽ അയാൾ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ വാർഡിലും നമ്മൾ അവിടുത്തെ ഭൗതികമായ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ, മതപരമായി നോക്കിയിട്ട് ഇപ്രാവശ്യം വോട്ട് ചെയ്യാവൂ എന്നാണ്. ഇവർ കൊണ്ടുവന്ന് മതത്തിനെ അതിലേക്ക് ചേർക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ഇവരാണ്. കേട്ടോളൂ, ഇയാൾ തന്നെ അടുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ സ്വീകരിക്കേണ്ട നയം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പ്രസംഗിച്ചു. അതിൽ പറയുന്നത് കാണാം. ബഹുഭൂരിഭാഗം വരുന്ന സുന്നികളും അതിൽ കൂടുതൽ പേരും സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ആദർശ പ്രസ്ഥാനമായി കാണുന്നവരുമാണ്. അതിനാൽ തന്നെ മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി നാടിന്റെ പുരോഗതിയെ പരിഗണിക്കുന്നത് പോലെ തന്നെ ആദർശപരമായ പുരോഗതിയെയും പരിഗണിക്കേണ്ട തെരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനാൽ നമ്മുടെ വാർഡിലേക്ക് നിയോഗിക്കപ്പെടുന്ന സ്ഥാനാർത്ഥികളിൽ ഭൗതിക സേവനം വിലയിരുത്തുന്നതോടൊപ്പം നമ്മുടെ ആദർശ പ്രസ്ഥാനമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വവും വിജയവും ഏത് രീതിയിൽ ബാധിക്കും എന്നതുകൂടെ നമ്മൾ വിലയിരുത്തേണ്ടതാണ്. സ്വാഭാവികമായും ഒരു വാർഡ് മെമ്പറുടെ അപ്പൊ ഈ പ്രാവശ്യം വോട്ട് കഴിയുമ്പോൾ ആളുകളോട് പറയുന്നത് വെറും അവിടെ വാർഡ് മെമ്പർ അല്ലെങ്കിൽ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഇതിലേക്കൊക്കെ വരുന്ന ആളുകൾ നമുക്ക് ആവശ്യമായ ഭൗതിക സഹായം ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരാ, നമ്മളെ സംഘടന അതിന് ഗുണം ചെയ്യുന്നുണ്ടോ എന്ന് കൂടി നോക്കിയിട്ടേ വോട്ട് ചെയ്യാവുന്ന. എന്നിട്ട് മുമ്പ് കത്തിക്കയറുകയാണ്. അതിൽ പിന്നെ മഹാനരായ പാണക്കാട് സ്വാദിഖലി തങ്ങളെ അദ്ദേഹം കുത്തിയിട്ട് പറയുന്നുണ്ട്, ചിലരൊക്കെ നമ്മളെ ആളുകളാന്ന് പറഞ്ഞ് രംഗത്ത് വരും, പുഞ്ചിരിച്ചു വരും, മധ്യസ്ഥന്റെ റോളിൽ വരും, പറ്റിക്കുകയാണ് നമ്മളെ എന്നൊക്കെ തങ്ങൾക്കെതിരെയും പറയുന്നുണ്ട്. ആ ഭാഗം കൂടി കേൾക്കാം. തീരുമാനങ്ങളും നയങ്ങളുമായി നമ്മുടെ നേതാക്കൾ മുന്നോട്ട് പോയപ്പോൾ മധ്യസ്ഥ റോളിൽ ചുണ്ടിൽ ചിരി പടർത്തി കടന്നു വന്ന് നമ്മുടെ നിഷ്കളങ്കരായ നേതാക്കളുടെ നിഷ്കളങ്കതയും വിശാല മനസ്കതയെയും ചൂഷണം ചെയ്ത് അവരുടെ ആത്മാഭിമാനത്തെ
മാധ്യമങ്ങളിലൂടെയും തെരുവുകളിലും പിച്ചി ചീന്താൻ അണികളെയും പലപ്പോഴും പാർട്ടി നേതാക്കൾ നേരിട്ട് തന്നെയും അവസരം സൃഷ്ടിക്കുകയും ചെയ്തതും നമ്മളാരും മറന്നിട്ടില്ല. അങ്ങനെ ഓരോന്നും മറന്നിട്ടില്ല. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്തിറങ്ങിയ മൊയ്ലിയമാരാ ഇതിന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്, അങ്ങനെ നമ്മുടെ സംഘടനക്കെതിരായ ആളാണ് സ്ഥാനാർത്ഥിയായി വന്നതെങ്കിൽ അത്തരം ആളുകൾ ആ ആളുകളോട് നോ വോട്ട് ചെയ്യൂല, സഹകരിക്കൂല എന്ന് പറയാൻ നമ്മൾ തയ്യാറാകണം. കൃത്യമായ പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് രണ്ട് ടീമും നടത്തിയത്. വെച്ചോടുക്ക് പറയട്ടെ. ആരാണ് എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ സമസ്തക്കാരനും സുന്നിയുമായ നീതിബോധവും സ്വത്വബോധവുമുള്ള ഓരോരുത്തരും തങ്ങളുടെ സ്ഥാനാർത്ഥിയെ വീക്ഷിക്കുകയും അങ്ങനെ വീക്ഷിക്കുമ്പോൾ പല കാര്യങ്ങളും പരിഗണിക്കേണ്ടതായും വരുന്നുണ്ട്. മേൽപ്പറഞ്ഞ വിശേഷണങ്ങളുള്ള സ്ഥാനാർത്ഥിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നതെങ്കിൽ നിർഭയം നിർദയം നോ എന്ന് പറയാനും പ്രാക്ടിക്കലായി പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം. വർഷങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അനീതിക്കും അന്യായത്തിനും നമ്മുടെ നേതൃത്വം അനുഭവിക്കേണ്ടി വന്ന അവഹേളനങ്ങൾക്കും വഞ്ചനകൾക്കും പരിഹാരമായി ഈ അവസാന നാളിൽ നമ്മുടെ മുന്നിലുള്ള മാർഗങ്ങളും അവസരങ്ങളും നന്നായി വിനിയോഗിക്കാൻ ഈ അവസരം നാം ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അപ്പൊ എല്ലാം തുറന്നു പറഞ്ഞു. പ്രത്യേകിച്ച് ജബ്ബാർ ഹാജിയെ പോലെയുള്ള ആളുകളെ ഫോക്കസ് ചെയ്തിറങ്ങി. AP വിഭാഗത്തിന്റെ എല്ലാ ചാനലുകളും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി. വഹാബ് സഖാഫിയെ പോലെയുള്ള മത്സരിച്ച് പോസ്റ്റ് ഇട്ടു. കൂട്ടത്തിൽ കരുളായിക്കാരനും ഇറങ്ങി. മൊയ്ലിയമാര് തലങ്ങും വലങ്ങും ഓടി. രാത്രി ഒഴിവില്ലാതെ വോട്ടുപിടുത്തത്തിനായി നടന്നു. വിജയമുറപ്പിച്ചു. എന്തായാലും തോൽപ്പിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. എന്നിട്ട് എന്തായിപ്പോ? ഒരു കാര്യം ലോകം മനസ്സിലാക്കി, ജനങ്ങളാണ് ഇവിടെ വിധി എഴുതുന്നവർ. പൊതുജനമെന്ന് പറയും. ഇത് നിങ്ങൾ കണക്ക് കൂട്ടിയെടുത്ത് പേച്ചതാ. മൊയ്ലിയന്മാരിരുന്ന് കണക്കൂട്ടണ എങ്ങനെയാ? നിങ്ങൾ ഓല സമ്മേളനത്തിൽ വരുന്ന തലയെക്കെട്ടിന്റെ എണ്ണം നോക്കിയിട്ടാ ഒരു യൂണിറ്റ് എടുക്കി, അല്ലെങ്കിൽ ഒരു മഹല്ലെടുക്കി. ഇപ്പൊ മലപ്പുറം മഹല്ല്, ഈ മഹലിൽ സംഘടനയിൽ വർക്ക് ചെയ്യുന്ന എത്ര ആളുണ്ടാവും? ഏത് സംഘടനയിലെടുത്തോളി, വളരെ കുറഞ്ഞ ശതമാനം, ഒരു 5%, ഏറിപ്പോയാൽ ഒരു 10%, എല്ലാ സംഘടനയും കൂടി കൂട്ടിയാൽ ബാക്കിയുള്ളവരൊക്കെ പൊതുജനങ്ങളാണ്. സുന്നികളാണെങ്കിൽ അവർ മമ്പർത്തും മടവൂരൊക്കെ പോകുന്ന ജനറൽ, ഒരു സംഘടനയില്ലാത്ത ആളുകൾ, അവരാ കൂടുതൽ. ഈ കണക്ക് ഞങ്ങൾ നേരത്തെ പറഞ്ഞു തന്നപ്പോൾ നിങ്ങൾ കളിയാക്കി. ഇന്നേതായാലും നിങ്ങളുടെ ഈ രണ്ടു കൂട്ടരും ഇറങ്ങി എന്നതിൻ്റെ തെളിവുകൾ ഒരുപാട് ഇറങ്ങി. നിങ്ങൾ ജനങ്ങളോട് വാഴ്ന്നു പറഞ്ഞു, സ്വർഗം നരകമടക്കം പറഞ്ഞു. എന്തെല്ലാം വാഴ്ന്നു. ഒരാൾ വാഴ്ന്നു പറഞ്ഞ് നമ്മുടെ ഈ സ്ഥാനാർത്ഥി നമുക്ക് ഇഹത്തിലും പരത്തിലും ഗുണമുണ്ടാകുന്ന അങ്ങനെ എന്തെല്ലാം പ്രസ്താവനകൾ കൊണ്ടുവന്നു. എല്ലാവരും കൂടി ഇറങ്ങി. താനാളൂർ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ലീഗിൻ്റെ ആളായി പോയി എന്ന കാരണത്താൽ മുശാവറ മെമ്പറുടെ നേതൃത്വത്തിൽ അയാളെ പുറത്താക്കി. അതിവിടെ വന്നതാണ്. ഇങ്ങനെ നിങ്ങൾ അരയും തലയും മുറുക്കി ഇറങ്ങിയിട്ടും നിങ്ങളുടെ പ്രചരണമോ പ്രവർത്തനമോ ഒരു ചുക്കും ഇവിടെ ചെയ്തില്ല. നിങ്ങൾ വട്ടപൂജ്യമാണ് എന്ന് ഈ ഇലക്ഷൻ ഇവിടെ തെളിയിച്ചില്ലേ കൂട്ടുകാരെ? ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഫലം ചെയ്യാൻ കഴിഞ്ഞോ? ജബ്ബാറാജി ആദ്യം നമ്മളോട് പറഞ്ഞു ഒരു 5000 ഒക്കെ കിട്ടുന്നതാണ്. ഇപ്പോൾ നോക്കുമ്പോൾ 13,000-ലേറെ ഭൂരിപക്ഷത്തിനകത്ത് അയാൾ ജയിച്ചത്. ഇങ്ങനെയാണ് നിങ്ങൾ എല്ലാ സ്ഥലത്തൊന്നും കൂടിക്കൊടുക്കുക, ഒരു ഉസാറായി ജയിച്ചോളും. ഇവരെ കൂട്ടിയതാ പ്രശ്നം. അതാണ് ആളുകൾ നാടന്മാർ ഇറങ്ങി പറയാൻ തുടങ്ങി. എന്താ ഈ മൊയ്ലിയന്മാരൊക്കെ നിങ്ങളെ ഇടയലേഖനൊക്കെ ഒന്ന് നിർത്തിയെന്നാണ് യൂട്യൂബിലൊക്കെ ഇരുന്ന ആൾക്കാർ പറയണത്. ഏതാ ആളുകൾ തന്നെ നമുക്കറിയില്ല. പക്ഷെ പറയുന്നത് മൊയ്ലിയന്മാരോടാ, പറയിപ്പിക്കുകയാണ്. വ്യാജന്മാരിറങ്ങിയിട്ട് ഈ വർഗത്തിന് തന്നെ അപമാനമായി പോയി. ഞാൻ കേട്ടൊരു അവലോകനം ഒന്ന് വെച്ചു കൊടുക്കെടുക്ക്. ഇറങ്ങി തിരിച്ചത് എന്തായാലും ഇത്തരത്തിൽ ഇടയലേഖനങ്ങൾ ഇറക്കി വോട്ട് ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച, അല്ലെങ്കിൽ മതം പറഞ്ഞ് വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടുന്നതിന് വേണ്ടി, മതം കലർത്തി ഇടതുപക്ഷത്തിന് വോട്ട് കിട്ടുന്നതിന് വേണ്ടി ചില ഉസ്താദുമാർ നടത്തിയ ശ്രമം അത് പൊതുജനം തള്ളിക്കളഞ്ഞു. അതിനെതിരെ പൊതുജനം വിധി എഴുതി. ഇനിയെങ്കിലും ഈ ഉസ്താദുമാരോട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ഇടയലേഖനങ്ങൾ ഇറക്കി നിങ്ങൾ നാണം കെടാൻ നിൽക്കരുത് എന്ന് മാത്രമാണ്.
505 പഞ്ചായത്തുകളിലാണ് UDF ഭരണം നേടിയത്. അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിലും, ജില്ലാ പഞ്ചായത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിലും, കോർപ്പറേഷന്റെ കാര്യം നോക്കുകയാണെങ്കിലും UDF വലിയ മുന്നേറ്റം നടത്തി. ഈ ഉസ്താദ്മാർ ഇപ്പോൾ ആരായി? അവർക്ക് എന്ത് വിലയാണ് ഇവിടെ സമുദായത്തിന്റെ ആളുകൾ തന്നെ കൽപ്പിച്ചു കൊടുത്തത്? എന്ത് വിലയാണ് അവർക്കുണ്ടായത്? കൊടുത്തിട്ടില്ല സാറേ, മുഴുവനായിട്ട് പരാജയം മാത്രമേ അവർക്ക്. ഓലിങ്ങനെ വിചാരിച്ച കണക്കുകൾ പേച്ചു പോയി. ദുനിയാവ് തന്നെ അവസ്ഥ. അല്ല പറയുന്നല്ലോ, ഞാൻ ഇത്രയാണ് അതാണെന്നൊക്കെ വിചാരിച്ച ആഖിറത്തിലെത്തിയാൽ അവരെ കണക്ക് കൂട്ടലുകൾ തെറ്റാന്ന് ബോധ്യപ്പെടുന്നു. ഇവിടെ തന്നെ ബോധ്യപ്പെട്ടു. ലിസ്റ്റ് എടുത്ത് ഓരോരുത്തരൊക്കെ റിസൾട്ടിൻ്റെ നേരം ദിവസം എന്നെ വിളിക്കുക, നാളെ ഞങ്ങളുടെ ആഘോഷമായിരിക്കും, ഞങ്ങൾ 2 കൂട്ടരും കൂടി ഒന്നിച്ചിറങ്ങിയതാണ്. 2 കൂട്ടരല്ല, ഉറപ്പിച്ചങ്ങൾ പറഞ്ഞേക്കാ, ഇവിടെ പൊതുജനമാണ് വിധി എഴുതുന്നത്. പൊതുജനം എന്ന് പറയും നിങ്ങളെ സംഘടനയിൽപ്പെട്ട ആളുകളൊന്നുമില്ല. പ്രത്യേകിച്ച് ഇവിടെ മുസ്ലിം ഉമ്മത്ത് പ്രത്യേകമായി ആദരവ് നൽകുന്ന സാദാത്തീങ്ങളുണ്ട്. പാണക്കാട് സാദാത്തീങ്ങൾ, അവർക്കുള്ള ആദരവ് അതേതെങ്കിലും രാഷ്ട്രീയ ഭാഗത്തുകൂടി മാത്രമുള്ളതുമല്ല. മഹാനരായ പാണക്കാട് പൂക്കോയത്തങ്ങളും അവിടുത്തെ മക്കളും അതുപോലെ തന്നെ ഇവിടുത്തെ സമൂഹത്തിന് വളരെയേറെ ഗുണം ചെയ്ത ഒരുപാട് സംഭവങ്ങളും ഇതൊക്കെ ആളുകൾക്കറിയാം. അവരെ മറികടന്ന് നിങ്ങളെന്തോ ഇവിടെ ഉണ്ടാക്കിയെടുക്കാനാലും മൊയ്ലിയമാര് വിചാരിച്ചാൽ നടക്കുമെന്ന നിങ്ങളുടെ അഹങ്കാരത്തിനേറ്റ വൻ തിരിച്ചടിയാണ് ഈ സമയത്തെ തെരഞ്ഞെടുപ്പ് ഫലം. ഇനിയെങ്കിലും ഒന്ന് ബോധം ഉൾക്കൊള്ളുക. ഇനിയെങ്കിലും മർക്കസിൽ പോയി ദ്വായ സമ്മേളനം നടത്താതിരിക്കുക. ഈ വിഭാഗത്തോട് ഞാൻ പറയാണ്, ഈ ഇപ്പം പറഞ്ഞ കരുളായിക്കാരൻ്റെ നേതൃത്വത്തിലുള്ള ടീമുണ്ടല്ലോ, ഓരോടും പറയാണ്, നിങ്ങൾ പണ്ടൊക്കെ EK ഉസ്താദിനെ അംഗീകരിച്ച് നടന്ന ടീമല്ലായിരുന്നോ? EK ഉസ്താദിനേക്കാൾ വലിയ ബുദ്ധി എന്തിനാ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? EK ഉസ്താദ് പാണക്കാട് സാദാത്തീങ്ങളെ ചേർത്ത് പിടിച്ച ആളുകളല്ലേ, അതെന്തിനാ നിങ്ങൾ മറക്കുന്നത്? EK ഉസ്താദ് AP വിഭാഗം സുന്നിയല്ലെന്നും അവരോട് സഹകരിക്കരുത് എന്നും പറഞ്ഞതല്ലേ? എന്തിനാ നിങ്ങൾ ഹക്കീമിൻ്റെ മൂട് താങ്ങാൻ പോകണം? എന്തിനാ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം? ഓലേതായാലും നശിച്ച് തീരാനുള്ളതാണ്, യാതൊരു സംശയമില്ല. ഓല എല്ലാവരും കൂടി അവലംബാക്കിയ ഒരു വ്യക്തിയുടെ പേരിൽ നിലക്കാണ്. അത് പോയാൽ ഇത് കഴിഞ്ഞ് പതനൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ആൾക്കൂട്ടം ഉണ്ടാവില്ല എന്നല്ല, അതൊക്കെ ആർക്കും ഉണ്ടാക്കാം. ആദർശം ഉണ്ടാവില്ല. ആദർശമില്ലാത്ത ആൾക്കൂട്ടം കൊണ്ട് എന്താ കാര്യം? അപ്പോൾ ഓരോട് പറയാനുള്ളത്, നിങ്ങൾ നല്ല നിൽക്കാക്ക വിട്ട EK ഉസ്താദിൻ്റെ സരണിയിൽ തന്നെ നിൽക്കി. EK ഉസ്താദിൻ്റെ മഹത്വം അതൊക്കെ നിങ്ങൾക്കല്ലേ ഞങ്ങളെക്കാൾ കൂടുതൽ അറിയാം. നിങ്ങളല്ലേ ഒരുപാട് കാലം പറഞ്ഞു നടന്നിരുന്നത്. ഞങ്ങളന്ന് EK ഉസ്താദിൻ്റെ എതിർചേരിയിൽ നിന്ന ആളുകളാ. പക്ഷേ മശായിഖന്മാർ ഞങ്ങളോട് EK ഉസ്താദിൻ്റെ മഹത്വം പറഞ്ഞ് അവരെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞപ്പോൾ അത് പറയാ ഞങ്ങൾ ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് ഏതായാലും ബോധ്യപ്പെട്ടില്ലേ? പൊതുസമൂഹവും ജനങ്ങളും പ്രതിപക്ഷം പോലും ഇല്ലാതെ ജബ്ബാറാജി ഭരിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രൂപത്തിലേക്ക് നിങ്ങൾ ആക്കിക്കൊടുത്തതല്ലേ, എന്തിനാ നിങ്ങൾ ഇതിലിറങ്ങിയത്? അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കുക, നിങ്ങൾക്കെന്തോ ചെയ്യാൻ കഴിയും. വെറുതെ വിചാരിക്കുക, ഒന്നും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, ഭൗതികമായി തന്നെ ചെയ്യാൻ കഴിയില്ല. ഇപ്പം നിങ്ങളെ സ്ഥാപനം നടത്തുന്നവരെ കിടന്ന് ഇടങ്ങാറാകാണ്. ആളുകൾ വരുമ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയണില്ല. ഭൗതികമായി തന്നെ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ വരാൻ കിടക്കാൻ ഇവിടെ. അതുകൊണ്ട് നിങ്ങൾ ഏടക്ക് തൊട്ടോ അവിടെയൊക്കെ പരാജയപ്പെടും. കാരണം ഒരു മദതും നിങ്ങൾക്കില്ല, ഒരു സഹായവും. പ്രത്യേകിച്ച് പാണക്കാട് സാദാത്യങ്ങളെ ഓപ്പോസിറ്റിൽ നിർത്തി നിങ്ങൾക്കൊന്നും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. മണ്ണാർക്കാട്ട് നിങ്ങൾ പാഠം ഉൾക്കൊള്ളേണ്ടത്